കേരളത്തിലെ എല്ലാ SSLC വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക മക്കളെ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫിസിക്സിലും മാത്സിലും കെമിസ്ട്രിയിലും ആയിരിക്കില്ല പണി കിട്ടാൻ പോകുന്നത്, ഇംഗ്ലീഷിലായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഇംഗ്ലീഷിന് കുറേ ദിവസങ്ങളില്ല. ജസ്റ്റ് നിങ്ങൾ ലാംഗ്വേജ് ഫസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞ് വന്ന് അന്ന് വൈകുന്നേരവും പിന്നെ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ 1.5 ദിവസം കൊണ്ട് വേണം നമ്മൾ ഇംഗ്ലീഷ് മൊത്തം പഠിച്ചിരിക്കുന്നത്. മൊത്തം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ചാപ്റ്റർ, കംപ്ലീറ്റ് പോയം, അതിൻ്റെ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ, പിന്നെ ഗ്രാമർ, ഡിസ്കോഴ്സുകൾ. പേടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ സൊല്യൂഷനും കൂടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരും. പക്ഷേ അത് അവസാനം വരെ കണ്ടാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇത് ഒരു കാരണം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ കാരണം സ്ലൈഡ് വേണ്ട, നിങ്ങളാണ്. അതായത് നിങ്ങളിപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ചാപ്റ്റർ ഫുള്ള് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കിൻ്റെ ഇമോജി ഇടാം. കമൻറ്റ് ബോക്സിൽ ഇടിച്ച് കമൻറ്റ് ബോക്സ്. പോയംസ് മൊത്തം വായിച്ചിട്ടുണ്ടോ? എന്നിട്ട് പോയംസ് എന്ന് പറഞ്ഞാൽ മൊത്തം വായിച്ചിട്ടുണ്ട്, ടിക്ക് ഇടുക. വായിച്ചിട്ടില്ല എങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു റോങ് ഇടുക. ഗ്രാമർ മൊത്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു, മൊത്തം ഗ്രാമർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒരു 80% പഠിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടുക അല്ലെങ്കിൽ റോങ് ഇടുക. ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റ് മൊത്തം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ടിക്ക് ഇടുക അല്ലെങ്കിൽ റോങ് ഇടുക. ഇത് ആദ്യം തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം. ഇതൊരിക്കലും എന്താണ് നിങ്ങൾ അടിപൊളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എനിക്കറിയാനും പൊതുവേ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്. മിക്ക കുട്ടികളുടെ അവസ്ഥ ചാപ്റ്റർ മൊത്തം വായിച്ചിട്ടുണ്ടാവില്ല, പോയം മൊത്തം വായിച്ചിട്ടുണ്ടാവില്ല. ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റ് കാര്യം, കാരണം നമ്മൾ ക്രിസ്മസ് എക്സാമിന് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ അതറിയാം, ഗ്രാമറും കുറച്ചൊക്കെ അറിയാം എന്നുള്ള അവസ്ഥയിലായിരിക്കും. എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഓണസ്റ്റ് റിയാലിറ്റി എന്ത് ചെയ്യണം, ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാരണങ്ങളായിരിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. ഒന്നെന്താണ്, നമുക്ക് കുറേ ദിവസങ്ങളില്ല. കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത്രയും ദിവസങ്ങൾ കുറേ, ഇപ്പോൾ ഇത് മാത്സ് പോലെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് പഠിച്ചെടുക്കായിരുന്നു ആ സമയം കൊണ്ട്. മാത്രമല്ല പലരും എന്താണ്, ചാപ്റ്റർ പോലും വായിച്ചിട്ടില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് ശരിയാക്കിയെടുക്കണം. എപ്പോൾ ശരിയാക്കിയെടുക്കണം? ആ ഒരു തലേന്നും ചെയ്യാം, പക്ഷെ അതിന് മുൻപ് തന്നെ കുറച്ച് പണികൾ നിങ്ങൾ ചെയ്തു വെക്കണം. നിങ്ങൾ തീരെ ഇംഗ്ലീഷ് പഠിക്കാത്തവരാണെങ്കിൽ കുറച്ച് പണി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പണി കുറച്ച് പാളും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. എക്സാമിൻ്റെ 2 ദിവസം ലൈവ് ഉണ്ടാവും, മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും, വേറെ ലെവലിലായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് A+ ഉറപ്പാണ്. അത്ര ഈസിയാണ് ഇംഗ്ലീഷിൽ വാങ്ങിച്ചെടുക്കാൻ. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് എന്തിനത് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. കാരണം അങ്ങനെ മനസ്സിലാക്കി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞു നിങ്ങൾ ചാപ്റ്റർ മൊത്തം വായിക്കണം, പോയം മൊത്തം വായിക്കണം എന്നാണ് ഞാൻ അവസാനം പറയാൻ പോകുന്നത്. പക്ഷേ അത് എന്തിനു ചെയ്യണം എന്നുള്ളൊരു ബോധ്യം കൂടെ ഇനിയെങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷത്തെ മോഡൽ എക്സാമിൽ വന്ന എക്സാം പാറ്റേൺ ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വേണം നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് എക്സാമിന് മുൻപ് യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ആവശ്യം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് തന്നെ എന്താണ്, റീഡിംഗ് കോമ്പിനേഷനാണ്. എല്ലാ വർഷവും അതിന് ഉണ്ടാവുക. അതിൽ നോൺ പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ അത് വായിക്കുക. ഓൾറെഡി നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൻ്റെ ആയിരിക്കും. അപ്പം നേരത്തെ ചാപ്റ്റർ വായിച്ചു കൊടുക്കുക, ഒബ്വിയസ്ലി എളുപ്പമായിരിക്കും. ഇനി അത് വായിക്കുക, അതിന് ആൻസർ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. പിന്നെ നോൺ പോയം ഉണ്ടാവും. നോൺ പോയം നിങ്ങൾ വായിക്കുക, ആൻസർ കൊടുക്കുക. ഓൾറെഡി പഠിച്ചവരാണ് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റും. അവിടെ ഒരു 4 മാർക്കും കൂടി കിട്ടി. നെക്സ്റ്റ് പോയം അപ്രീസിയേഷൻ ആയിരിക്കും, വീണ്ടും നോൺ പോയം ആയിരിക്കും. അപ്പോൾ എല്ലാ പോയത്തിൻ്റെ അപ്രീസിയേഷൻ പഠിച്ചു പോവുക, അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. 5 മാർക്ക് അവിടെ കിട്ടി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നെക്സ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കണുണ്ടോ? പലർക്കും ഇത് അറിയില്ല. നെക്സ്റ്റ് റീഡിംഗ് കോമ്പിനേഷൻ ന്യൂ പാസേജ് ആണ്. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി വായിക്കുക. കുറച്ച് സ്ലോ ആയിട്ട് വായിക്കുക. ഇതൊക്കെ വായിക്കുന്നതിനാണ് കുറച്ചുകൂടി സ്ലോ ആയിട്ട് വായിക്കാൻ, പുതിയ സാധനമാണ്. വായിക്കുക, ആൻസർ കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സിമ്പിൾ പാസേജ് ആയിരിക്കും മിക്ക സമയത്ത് ഉണ്ടാവുക. വായിക്കുക, ആൻസർ കൊടുക്കുക, പരിപാടി തീർന്നു. അതിനുശേഷം മക്കളെ പിന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഡിസ്കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ വർഷം വന്ന ഡിസ്കോഴ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന. റിവ്യൂ ഉണ്ടായിരുന്നു, നരേറ്റീവ് ഉണ്ടായിരുന്നു, ഡയറി ഉണ്ടായിരുന്നു, നോട്ടീസ് ഉണ്ടായിരുന്നു, ഇൻഫോർമൽ ലെറ്റർ ഉണ്ടായിരുന്നു, പാരഗ്രാഫ്, ഇൻഫോർമൽ, ക്യാരക്ടർ സ്കെച്ച്, ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ്, ന്യൂസ് റിപ്പോർട്ട് ആൻഡ് പ്രൊഫൈൽ റേറ്റിംഗ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. ഒന്നും പുതിയതായിരുന്നു ചോദിച്ചിട്ടില്ല, പുതിയതായിട്ട് ചോദിക്കില്ല. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നല്ലൊരു ശതമാനം മാർക്സ് ആകുന്നതാണ് വരുന്നത്. ഇത്രയും മാർക്സ്. അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ വീണ്ടും എന്താണ് മക്കളെ, അവസാനത്തേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഒരു റീഡിംഗ് കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ അവസാനം ഗ്രാമറിനും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. റിപ്പോർട്ട് സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്, ഫ്രേസൽ വെർബ് ചോദിച്ചിട്ടുണ്ട്, പാസേജ് എഡിറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്, കോൺവെർസേഷൻ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റൻ ടാഗ് ചോദിച്ചിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചിട്ടുണ്ട്, നൗൺ ഫ്രേസ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സാർ ഇതൊക്കെ കൊള്ളാം, നല്ല കാര്യം. ഇതിലിപ്പോൾ എന്താണ് ഞാൻ ഇന്നും നാളെയും എന്നുള്ള 2 ദിവസം കുറച്ച് സമയം ചെയ്യണമെന്നെന്തോ പറഞ്ഞില്ലേ, എന്താ ഇപ്പോൾ ചെയ്തു വെക്കേണ്ടത്? മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഗ്രാമർ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിച്ചെടുക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല.
ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ, ഇമെയിൽ, നോട്ടീസ്, ഡയറി എൻട്രി, പ്രൊഫൈൽ റേറ്റിംഗ്, അത് കുറേ സ്പീച്ച് ഒക്കെ ഫോർമാറ്റുകൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം, ജസ്റ്റ് ഈസിയാണ്. പക്ഷെ അതൊക്കെ അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് മക്കളെ? എല്ലാ ഡിസ്കോഴ്സുകളും പിന്നെ ഈ റീഡിങ് കോംപ്രഹെൻഷനും പോയും അപ്രിസിയേഷനും ഒക്കെ എന്താണ്, ചാപ്റ്ററും പോയും ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ചാപ്റ്ററും പോയത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയാത്തടത്തോളം നിങ്ങൾക്ക് ഫോർമാറ്റ് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. 1-2 മാർക്ക് കിട്ടുള്ളൂ 5 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെയൊക്കെ ചോദ്യത്തിൽ. നിങ്ങൾക്ക് എന്ത് വേണം? ചാപ്റ്ററിൻ്റെയും പോയത്തിൻ്റെയൊക്കെ, അറ്റ്ലീസ്റ്റ് പോയത്തിൻ്റെ ആരും വിട്, ചാപ്റ്ററിൻ്റെ നോളജ് എങ്കിലും നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം നിങ്ങൾ തന്നെ എണ്ണി നോക്കുക, എവിടേക്കാണ് ചാപ്റ്ററിൻ്റെ വരികയെന്നറിയോ? പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി കഴിഞ്ഞാൽ സൊല്യൂഷൻ പറഞ്ഞുതരാം, വെയിറ്റ്. ഇത് ചാപ്റ്ററും പോയെന്ന് വരുന്ന മാർക്സ് കാണാൻ, ഇതില്ല, ഇത് പിന്നെ ഇതില്ല. പിന്നെ മക്കളെ എഡിറ്റ് ദ പാസേജും എന്താണ്, മിക്ക സമയത്ത് ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ചാപ്റ്റർ വായിച്ച കുട്ടിക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും, കാരണം അതിൽ കണ്ട സെൻറ്റൻസ് തന്നെ ആയിരിക്കും. ഇത്രയും മാർക്കുകൾ ജസ്റ്റ് ചാപ്റ്ററും പിന്നെ പോയും വെറുതെ വായിച്ച് റെഡിയാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സാർ വായിച്ചാൽ മാത്രം മതി, അപ്പോൾ പഠിക്കണ്ടേ മറ്റേ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത്, അത് ഞങ്ങൾ ചെയ്തു തരാം എക്സാമിന് തലേന്നുള്ള 2 ദിവസത്തിൽ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് നമുക്ക് 2 ദിവസം 2 ലൈവുകൾ ഉണ്ടാവും, പിന്നെ മോർണിംഗ് ബൂസ്റ്ററൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങളെന്താണ്, ഒന്നും ചാപ്റ്ററൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട്, പോയമൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് വെറുതെ കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു തരും, നിങ്ങളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും, നിങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും, ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ പറയുന്നത്, ഇന്നുണ്ട് നാളെയുണ്ട്, കുറച്ച് സമയം എടുത്തിട്ട് ഒരു തവണയെങ്കിലും ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ട് വരണം ഫസ്റ്റത്തെ ലൈവിന്. ഒരു തവണയെങ്കിലും കുറച്ച് സമയം നിങ്ങൾക്ക് ആ എക്സാം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം 7:30 ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അപ്പോഴത്തേക്കും കുറച്ച് ചാപ്റ്റർ വായിക്കാൻ വേണ്ടി വെക്കാം. പക്ഷെ അത് നിങ്ങൾ ചെയ്ത് വന്നാൽ, ചാപ്റ്റർ മാത്രം വായിച്ചു വന്നാൽ, അത് നിങ്ങൾ ചെയ്തിട്ട് വന്നാൽ നമ്മൾ തകർക്കും. പിന്നെ ചാപ്റ്ററിൻ്റെ സമ്മറി, ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ്, ഡിസ്കോഴ്സുകൾ, ഗ്രാമർ, ഫുൾ സാധനം എടുത്തു തരും, നിങ്ങൾ വേറെ ലെവലായിരിക്കും. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ തന്നെ ആയിരിക്കും, കാരണം ക്ലാസ്സിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മയുണ്ടാവുമോ? അവിടെ പ്രശ്നം വരാൻ വന്നു. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. റിയാലിറ്റി പറഞ്ഞു തരാം കേട്ടോ, അത് സംഭവിക്കാൻ പോകുന്നതിനാണ്. ഇനി സാർ ഞാൻ ചാപ്റ്റർ ഓൾറെഡി വായിച്ച കുട്ടിയാണ്, ഞാൻ ഓൾറെഡി പഠിച്ച് സെറ്റാക്കി, അങ്ങനെയാണ് നിങ്ങൾ ഒരു പണിയും കൂടി ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഗ്രാമറിൻ്റെ ഫുൾ ഗ്രാമർ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് പോയി കാണാം, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഈ തമ്പക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലേ, അത് പോയി കാണാം. സാർ അതെന്തിനാ സാറെ പഠിപ്പിക്കില്ലേ? വീണ്ടും പഠിപ്പിക്കും, കംപ്ലീറ്റ് ഗ്രാമർ വീണ്ടും പഠിപ്പിക്കും. പക്ഷേ നിങ്ങൾ ഒരു റൗണ്ട് നിങ്ങൾ ഒന്ന് പഠിച്ച് വന്നിട്ട് വീണ്ടും വന്നിരിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? നിങ്ങൾക്കത് റിവിഷനായി, നിങ്ങളത് പഠിക്കുകയല്ല, നിങ്ങൾ റിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ ബ്രെയിനിൽ കയറുന്നതിൻ്റെ ലെവലും നിങ്ങൾ ഓർത്ത് വെക്കുന്നതിൻ്റെ ലെവലും വ്യത്യാസമുണ്ടോ? സാർ ഞാൻ ഗ്രാമറും പഠിച്ചതാണ്, ചാപ്റ്റർ ഞാൻ പഠിച്ചതാണ്, വായിച്ചതൊക്കെയാണ്, അതൊന്നും ഇനി ചെയ്യാനൊന്നുമില്ല, ഇത് ലൈവും കണ്ടു. എന്നാൽ പിന്നെ ഈ ലൈവ് പോയിട്ട് എന്ത് ചെയ്യുക, ഓടിച്ച് ഇടാം. ഇതിൽ കംപ്ലീറ്റ് ചാപ്റ്ററും പോയും ഡിസ്കോഴ്സിൻ്റെ സമ്മറി സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ചാപ്റ്റർ വായിച്ചൊരു കുട്ടി പെട്ടെന്ന് എന്താണ് സമ്മറി കിട്ടും. അത് ഓപ്ഷനിലാണ്, പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ബേസിക് ആയിട്ട് ഞാൻ ഒന്നും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാനുള്ളത്, ആ എക്സാമിൻ്റെ ലൈവിന് വരുന്നതിന് മുമ്പ്, അതായത് ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങൾ ലൈവിന് വരുന്നതിന് മുമ്പ്, ഈ ദിവസം മൺഡേ ലൈവിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ചാപ്റ്റർ എങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് കയറി വന്നോ മക്കളെ, A+ നമ്മൾ വാങ്ങിച്ചെടുക്കും. അത്രേ പറയാനുള്ളൂ. അത്ര കോൺഫിഡൻസോട് കൂടി പറയുകയാണ്. നിങ്ങൾ ആ ഒരൊറ്റ പണി നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നാൽ A+ എല്ലാവർക്കും വാങ്ങിച്ചേരാം. ഓക്കെ, ബാക്കി നമുക്ക് ക്ലാസ്സിൽ സെറ്റാക്കാം. അപ്പോൾ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല, ഫുൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോയിക്കോളൂ. നമ്മൾ A+ വാങ്ങിച്ചിരിക്കും. എക്സാം ഇൻ്റർണ മക്കൾ A+ ഒരു കുട്ടിക്ക് പോലും മിസ്സാകില്ല, അത് ഞങ്ങൾ ഉറപ്പ് വരുത്താം. പറയാൻ ആരൊന്നും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്ലാസ്സുകളിലാണ്, ബാക്കിയുള്ള ക്ലാസ്സുകൾ ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകളൊന്നും മിസ്സാക്കരുത്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം നമുക്കൊരു സ്റ്റഡി പ്ലാൻ ലൈവ് ഉണ്ട്. ആ സ്റ്റഡി പ്ലാൻ ലൈവിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ബാക്കിയുള്ള സബ്ജക്ട്സും കൂടി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം, കാരണം വേറെ സബ്ജക്ട്സിനും ഒരു ദിവസം വീതമുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്യണം. അതൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞുതരാം വൈകുന്നേരത്തെ ലൈവിൽ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.